നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. അന്തരിച്ച ജനപ്രിയ നായകൻ ഉമ്മൻചാണ്ടി തുടക്കം കുറിച്ച മന്ന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ വില്ലുമല ട്രൈബൽ സെറ്റിൽമെൻറ്റ് കോളനിയിൽ ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം എന്ന പേരിൽ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം നടന്നു. ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോയിൽ പുഷ്പാർച്ചനയോടുകൂടി നടന്ന ചടങ്ങ് ട്രസ്റ്റ് ചെയർപേഴ്സണും ഉമ്മൻചാണ്ടിയുടെ മകളുമായ മറിയം ഉമ്മൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ സീരിയൽ താരം അമ്പിളി ദേവി ഭക്ഷ്യക്കിറ്റ് വിതരണത്തിൻ്റെ ഉദ്ഘാടനം നടത്തി. ആർ ശിവകുമാർ, സഞ്ജയ് ഖാൻ, സുഭിലാഷ് കുമാർ, ജോസഫ്, ശ്രീലത, ഷൺമുഖൻ, ദീപു അച്ഛൻകുഞ്ഞ്, തങ്കപ്പൻ കാണി എന്നിവർ സംസാരിച്ചു. ബഹുമാനിയായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ മൂത്ത മകൾ ശ്രീ മറിയ ഉമ്മൻ, ഏറെ പ്രിയങ്കരിയായ നമ്മുടെ ഗസ്റ്റായിട്ട് കടന്നു വന്നിട്ടുള്ള സിനിമാ സീരിയൽ താരം അമ്പിളി ദേവി മാഡം, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് സി സഞ്ജയ് ഖാൻ, കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് സുലാഷ് അണ്ണൻ, അദ്ദേഹമാണ് ഇതിൻ്റെ കോർഡിനേറ്റർ. ഇവിടേക്ക് കൊണ്ടുവന്നത് ചെയ്യണമെന്ന് ഇത് നിർബന്ധം പിടിച്ചതും ഈ പരിപാടി സംഘടിപ്പിക്കാൻ എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന സുലാഷ് അണ്ണൻ, അതുപോലെ ജോസഫ് മെമ്പർ, ആദിവാസി കോൺഗ്രസിന്റെ നേതാവ് തങ്കപ്പൻ ഉൾപ്പെടെ ജോസഫ്, പ്രിയപ്പെട്ട രാഹുൽ ഉൾപ്പെടെയുള്ള ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഷൺമുഖൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങളെ ഓരോരുത്തരെയും കാണുവാനും നിങ്ങളോട് സംസാരിക്കുവാനും മുമ്പ് ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഗസ്റ്റ്. നിങ്ങളെ വന്നിങ്ങനെ കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് 2012 ആരംഭിച്ചതാണ്. 2012 ആരംഭിക്കുമ്പോൾ അപ്പയുടെ അനുഗ്രഹത്തോடு തന്നെയാണ് ആരംഭിച്ചത്. അന്ന് അത് വളരെ ചെറിയ തോതിൽ എൻ്റെ കയ്യിൽ നിന്ന് മാത്രം എൻ്റെ ഒരു സാലറി എന്ന് പറയാം, അതിൻ്റെ ഒരു ഭാഗം മാറ്റിവെച്ച് മാത്രം മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ചെറിയ തോതിൽ, അന്ന് മന്ന എന്ന് പറഞ്ഞാൽ ബൈബിളിൽ നിന്നുള്ള വാക്കാണ്, സ്വർഗീയ ഭക്ഷണം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് തുടങ്ങുന്ന കാലത്തിൽ ഭക്ഷണം കൊടുക്കണം എന്നുള്ളതായിരുന്നു ഒരാഗ്രഹം. പക്ഷേ 2023 അപ്പം മരിച്ചതിന് ശേഷം 24 ആയപ്പോൾ ഒരുപാട് അപ്പയുടെ മരണശേഷം ഒരുപാട് ആളുകൾ ഞങ്ങളെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. അത് ഞങ്ങളുടെ സ്വന്തം കയ്യിൽ തന്നെ നിൽക്കാത്ത ഒരു അവസരം വന്ന സാഹചര്യത്തിലാണ് ഒരുപാട് നമുക്ക് മറ്റുള്ളവരുടെ കുറച്ചുകൂടെ പബ്ലിക്കാക്കി വലിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞ ജൂൺ ജൂലൈയിലാണ് അത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുകയും അതിൻ്റെ ലോഗോ ലോഞ്ച് ചെയ്യുകയും പദ്ധതികൾക്ക് തുടക്കമിടുകയും ചെയ്തു. പക്ഷേ അന്ന് തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇരുന്നത് 3 മാസത്തിലൊരിക്കൽ മെഡിക്കൽ ക്യാമ്പുകൾ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുദ്ദേശം. എന്താണെന്ന് വെച്ചാൽ ആരോഗ്യ സംരക്ഷണ മേഖലയായിരുന്നു അപ്പോൾ ഏറ്റവും കേന്ദ്രീകരിച്ചിരുന്നത്, അപ്പോൾ ഏറ്റവും പ്രയോറിറ്റി കൊടുത്തിരുന്നത്. അങ്ങനൊരു സാഹചര്യമായിരുന്നുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു 3 മാസത്തിലൊരിക്കൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തണമെന്നാണ്. പക്ഷേ അന്ന് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരു വീക്കെൻഡും നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരിപാടികളാണ്. എല്ലാ ആഴ്ചയും ഓരോ പരിപാടികൾ. അത് എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരമില്ല. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം മുമ്പോട്ട് അധ്യക്ഷ, വളരെ പ്രിയങ്കരിയായ മരിയ മാം, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, മന്ന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്യാനും ഈ ഒരു പുണ്യകർമ്മത്തിൻ്റെ ഭാഗമാകാനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷം എന്തെന്ന് ചോദിച്ചാൽ, ആദ്യമായി എനിക്കൊരു ജനപ്രതിനിധിയാകുവാൻ 2010 അവസരം കിട്ടുമ്പോൾ അന്ന് ഈ വില്ലുമലയിൽ വന്ന് നിങ്ങളെ കാണുവാനും നിരവധി സൗഹൃദങ്ങൾ ഉണ്ടാക്കുവാനും ജീവിതത്തിൽ സാധിച്ചതിന് ശേഷം ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിന്റെ മകളും പ്രിയങ്കരിയായ അമ്പിളി ദേവിയും ഒന്നിച്ച് ഈ വില്ലുമലയിൽ എത്തിച്ചേരാൻ സാധിച്ചത് അതിലൊരു വലിയ സന്തോഷം. അഭിമാനം എന്തെന്ന് ചോദിച്ചാല്, ബഹുമാനായ ഉമ്മൻചാണ്ടി സാറ്
സാറ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ദേഹം മാത്രമേ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ഓർമ്മകളാണ് എന്നെ പോലെയുള്ള, ഇവിടെ സുഭിലാഷിനെ പോലെയുള്ള, ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ സാറ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. സുഭിലാഷ് കുമാർ അന്ന് കുളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഞാനും സുഭിലാഷ് കുമാർ ഒന്നിച്ച് നിരവധി ആവശ്യങ്ങൾ ഈ നാടിനു വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിനെ കാണുകയും അന്ന് 5 വർഷം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന എനിക്ക് 4 കോടി രൂപ ഈ കൊല്ലം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകളെ സഹായിക്കുവാൻ ചികിത്സാ സഹായമായി അനുവദിച്ചു തന്നത് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളിവിടെ തങ്കപ്പണ്ണനുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ തങ്കപ്പണ്ണനോട് ചോദിക്കുമ്പോൾ ഈ ഊരിലെ ആളുകൾക്കത് കൂടുതലായി എത്തിക്കണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പലവിധ കാരണങ്ങളാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റേതായ ഈ ഭക്ഷ്യക്കിറ്റുകളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും കൂടെ എത്തുന്നില്ല എന്നുള്ളത് ഞങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. അതിനുശേഷം രാഹുലിനെ കൂടി വിളിച്ചു വരുത്തി ഞങ്ങൾ ഇതിന്റെയൊക്കെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുകയും അത് ഇവിടെ തന്നെ ഏറ്റവും ചെറിയ അളവിലാണ്, വലിയ അളവിലൊന്നുമല്ല, എന്നാൽ പോലും ചെറിയ അളവിലാണ് അത്തരമൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ അത് ഈ ഊരിൽ തന്നെ നിൽക്കണം എന്ന് തങ്കപ്പേന്റെ ഒക്കെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ഇവിടെ തീരുമാനിക്കുന്നത്. പുഷ്പകല ദേവിക വിലാസ ചരുവിള വീട്, അയ്യപ്പൻ കാസുമതി ചരുവിള പുത്തൻ വീട്, വിശാലാക്ഷി ചരുവിള പുത്തൻ വീട്, വിശ്ലമ്മ മാമൂട്ടൽ വീട്, കാണി ഗോപിക ഭവൻ, ചന്ദ്രശേഖരൻ, സന്തോഷ് ശ്യാമിലി വിലാസ, സന്തോഷ്. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.